ഞാൻ വൈകുന്നേരത്തേക്ക് ഒരു വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കുവാണ്. എന്തിനാന്ന് വെച്ചാൽ അപ്പം ഉണ്ടാക്കണ്ട, അപ്പം അതിൻ്റെ കൂടെ കഴിക്കാൻ. ഇപ്പം നമുക്ക് നോൺ വെജൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടല്ലേ ഈ ടൈമിൽ. അപ്പം അതിന് വേണ്ടി ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ, സാധാരണ ഞാൻ ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇത്തവണ ഞാൻ വെറുതെ ഉരുളക്കിഴങ്ങ് ചീനിച്ചട്ടിയിൽ വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ടേച്ച് അത്യാവശ്യം ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് മറ്റ് വെജിൻ്റെ കൂടെ, ഇവിടെ ഇരിക്കുന്ന വെജിൻ്റെ കൂടെ വഴറ്റണം. പിന്നെ ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടി പിഴിഞ്ഞെടുത്തുകൊണ്ട് വരാം കേട്ടോ. പല കളർഫുൾ ആയിട്ടുള്ള വെജില്ലേ നോക്കിയത്. ഇവിടെ പച്ചമുളകും ഇഞ്ചിയുണ്ട്, സവോള, ബീൻസ്, ക്യാരറ്റ്, ഇത്രയേ ഉള്ളൂ. ഇത് വേവട്ടെ. ഇന്നത്തേക്കും തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം അല്ലേ? അങ്ങനെ നമ്മൾ കറി തയ്യാറാക്കാൻ പോവുകയാണേ. സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് വെജിറ്റബിൾ ഒന്ന് വഴറ്റണം. അധികം വെളിച്ചെണ്ണ വേണ്ട കേട്ടോ. അത് പറയാം. ഉരുളക്കിഴങ്ങ് അവിടെ നന്നായിട്ട് വെന്തു. പിന്നെ ഞാനൊന്ന് കാണിക്കാം കേട്ടോ കയ്യിലെടുത്ത. പിന്നെ നമുക്ക് ഒരു മിനിറ്റ് കയ്യിലൊന്ന് എടുത്തോട്ടെ. പിന്നെ നമുക്ക് മറ്റേ വെജിറ്റബിൾ വഴറ്റിയതിൻ്റെ കൂടെ ഇട്ടൊന്ന് ചൂടാക്കിയാൽ മതി. അപ്പം ശരിക്കും അങ്ങ് ഉടങ്ങി വന്നോളൂ. വേവ് വേണമെങ്കിൽ കാണിക്കാം. ഇപ്പം എല്ലാ വെജും കൂടെ അങ്ങ് ഇടട്ടെ. ഇടുവാണേ. വെളിച്ചെണ്ണ ചൂടായി. വെളിച്ചെണ്ണ ആട്ടോ ഒഴിച്ചേക്കണം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ട് കേട്ടോ ഇതിലാ. പച്ചമുളക്, പിന്നെ വെജിറ്റബിൾസ്. നമുക്ക് സവോള ഇതെല്ലാം ഇട്ടേക്കാം. ഓരോന്നോരോന്നായിട്ട് വെച്ചേക്കാൻ തന്നെ. അതിന് പരിപാടി ഇളക്കി ഇട്ടേക്ക് തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉപ്പ് ചേർക്കണം കേട്ടോ. ഇതിനാവശ്യമുള്ള പൊട്ടറ്റോയ്ക്ക് മാത്രമേ ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ഇതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് ഇതൊന്ന് വാടി കഴിയുമ്പോൾ തേങ്ങ പിടിഞ്ഞ മൂന്നാം പാലിട്ടങ്ങ് വേവിക്കാം കേട്ടോ. ശരിക്കുള്ള വേവിക്കലിൻ്റെ പാകത്തിനുള്ള ഇതങ്ങ് പാകത്തിന് വേവിച്ചെടുക്കണം. എന്നിട്ട് പിന്നെ രണ്ടാം പാലും ഒന്നാം പാലും ചേർക്കണം. ഇതിനുള്ള ഉപ്പാണ് ചേർക്കണം. ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇഞ്ചിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 ഇളം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. വെജിറ്റബിൾ ഒന്ന് വാടി അതിലേക്ക് വെന്തിരിക്കുന്ന പൊട്ടറ്റോ കേട്ടോ. ഇളക്കിയിട്ട് മൊത്തം ഇത് വേവിക്കാനായിട്ട് മൂന്നാം പാല് കുറച്ചേ ഉള്ളൂ. രണ്ടാം പാലും ഒന്നാം പാലും ചാറിന് ധാരാളം ചേർക്കാനുണ്ട്. മൂന്നാം പാൽ കൊഴുപ്പ് തീരെ കുറഞ്ഞത്. തേങ്ങ ചിരണ്ടി പിഴിയണതാട്ടോ, പൊടി കലക്കണതല്ലാട്ടോ. ഇത് നമ്മുടെ തേങ്ങ ചിരണ്ടി പിഴിയണത്. അതിനുവേണ്ടി ഒരാഴ്ച മുമ്പ് പച്ചത്തേങ്ങ ചെറിയ പോയി തൊട്ടിയും കൊണ്ട് വലിച്ചിട്ടതാണ്. കുറേ പച്ചത്തേങ്ങ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിന് എടുക്കാമല്ലോ. ഇനി മൂടി വെച്ച് ഇത് അവിടെ ഇരുന്ന് വേവട്ടെ. നന്നായിട്ട് വേവണം. നന്നായിട്ടെന്ന് പറഞ്ഞാൽ പൊട്ടറ്റോ ശരിക്കും കുഴയണം, എന്നാലേ ചാറിന് കുറുകൽ വരുള്ളൂ. അതിനാണ് പൊട്ടറ്റോ സെപ്പറേറ്റ് ഒന്ന് വേവിച്ച് നമ്മൾ എടുക്കണം കേട്ടോ. നമ്മുടെ രീതിയിലാട്ടോ ഞാൻ പറഞ്ഞത്. പലർക്കും പല ഐഡിയാസ് ആയിരിക്കുമല്ലോ അല്ലേ. ഇത് ഈസി ടു മേക്ക് ആണ്. ലോക്ക്ഡൌൺ സ്പെഷ്യൽ ഈസി ടു മേക്ക് വെജിറ്റബിൾ സ്റ്റൂ. വെറുതെ ഇരിക്കുമ്പോൾ ഒരു വെജിറ്റബിൾ സ്റ്റൂ ഒക്കെ കഴിക്കണം തോന്നുമ്പോൾ ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാം. ഞാൻ സ്പൈസസ് ഒക്കെ എടുത്ത് വെച്ചേക്കാം. അത് ഇടുമ്പോൾ കാണിക്കാം നമുക്ക്. അങ്ങനെ ഞങ്ങളിത് രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചായിരുന്നു കേട്ടോ. അത് വെന്ത് കഴിഞ്ഞപ്പോൾ, വെന്ത് മീൻസ് മൂന്നാം പാല് വറ്റി കഴിഞ്ഞപ്പോൾ രണ്ടാം പാൽ അതിലേക്ക് ചേർക്കാം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചാറ് നമുക്ക് വേണമല്ലോ. പിന്നെ ഇതേ നല്ല തിക്കായിട്ടുള്ള ഒന്നാം പാല് അതിലേക്ക് ഇതേ ഏലക്കായ, ഗ്രാമ്പൂ, കറുവപ്പട്ട, അങ്ങനെ അവനവന് ഇഷ്ടമുള്ള സ്പൈസസ്. ഇരുന്ന സ്പൈസസ് ഒക്കെ ഇച്ചിരി ആയതുകൊണ്ട് പൊടിച്ചത് കൊണ്ട് ശരിക്കും പൊടിങ്ങില്ല കേട്ടോ. തരിങ്ങ് പോലെയൊക്കെ ഉണ്ട്. അത് ഞാൻ മിക്സിയിലൊന്ന് കറക്കിയെടുത്തതാട്ടോ. അപ്പം ശരിക്കും പൊടിച്ച് വെച്ചേർന്നാൽ നല്ലതാണ്. ഞാനിപ്പോൾ ഇത് അധികം പൊടിച്ച് എൻ്റെ കസ്റ്റഡിയിലില്ലായിരുന്നു. അത് ഞാൻ ദെയ്യും ഈ തിളപ്പാലിലേക്ക് ചേർക്കുക. ഇച്ചിരി തരിങ്ങുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ പൊടി അത്ര ആകാത്തത് കൊണ്ട്. എന്നിട്ട് ഇതൊന്ന് കുറുകി വരുമ്പോൾ ഈ പാലതിലേക്ക് ചേർത്ത് ചൂടായി കഴിയുമ്പോൾ വാങ്ങാം നമുക്ക് കേട്ടോ. പിന്നെ തിളക്കണ്ട. ഒഴിക്കാറായില്ല, എനിക്ക് നേരത്തെ പറയാമോ. നല്ല ഭംഗി കളറല്ലേ. കളർ കോളിഫ്ലവറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടാൽ നല്ലതാണ്. ഇതിപ്പോൾ നീ പറഞ്ഞ പോലെ ഒരു ഈസി വെജിറ്റബിൾ സ്റ്റൂ ഈ ടൈമിൽ അല്ലേ. ഇനി തലപ്പാൽ പൊടിച്ച പൊടിയോട് കൂടി അങ്ങ് ചേർക്കുക. പൊടിയല്ല, ചതച്ചിട്ട സ്പൈസസോട് കൂടി കേട്ടോ ചേർക്കുവാണ്.
കുറിയ പാൽ. ഇതോടുകൂടി പരിപാടി കഴിഞ്ഞു. ഇന്ന് ചൂടായിക്കോട്ടെ, എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ചൂടായി കഴിഞ്ഞാൽ ഓഫ് ചെയ്യണം. അടിപൊളിയുണ്ട്. അടിപൊളി. നമ്മുടെ എല്ലാം കഴിയുമ്പോൾ 2-3 പുതിനയില പറിച്ചുകൊണ്ട് തന്നേക്കാം. പുതിനയില ഇടാം നമുക്ക്. അത് കഴിക്കാറാകുമ്പോഴാണെങ്കിലും ഇട്ടാൽ മതി കേട്ടോ. ഇത് സ്പൈസസ് കേട്ടോ, ഇങ്ങനെ തരിങ്ങ് പോലെ കിടക്കണം. അടിപൊളി അടിപൊളി. നല്ല ഇത് ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കി. കാണുമ്പോൾ തന്നെ അറിയാം നല്ല രുചി. ഭയങ്കര ഇതാടി, ഭയങ്കര ചൂടാ. ഓഫ് ചെയ്യുവാണേ. കൊതാന്ന് വന്നോ. അതെ, നോക്കിയേ, ഉപ്പൊക്കെ ഇച്ചിരി ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുന്നു. നോക്കിയേ, ഇതാണ് ഞാൻ കഴിക്കാൻ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. വളരെ നന്നായിട്ടുണ്ട്. ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. ഉണ്ടോ? കുഴപ്പമില്ല, മതി. ഇത് മതി എന്ന് തോന്നണം. വേണമെങ്കിൽ കഴിക്കാൻ നേരത്തെ നോക്കിയേച്ച് ചേർത്താൽ മതി. ചിലപ്പോൾ ആ കഷ്ണത്തേലെ ഉപ്പ് ഇറങ്ങും അല്ലേ? കഷ്ണമൊക്കെ സെപ്പറേറ്റ് ചെയ്തതല്ലേ. അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാന്ന് വെച്ചാൽ ഇനി നമുക്ക് കഴിക്കാൻ എടുക്കുമ്പോൾ കാണിക്കാം. നല്ല സൂപ്പർ യമ്മി ആയിട്ടുള്ള ഈസി ടു മേക്ക് വെജിറ്റബിൾ സ്റ്റൂ ആണ്. അപ്പോൾ ഇത് പാലപ്പത്തിനുള്ള മാവ. പൊങ്ങി വന്നുള്ളൂ. അപ്പൊ എല്ലാവരും ലോക്ക്ഡൌൺ പ്രമാണിച്ച് വീട്ടിലിരിക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി വെജിറ്റബിൾ സ്റ്റൂ ആണ്. ട്രൈ ചെയ്യാം. അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. പിന്നെ നമുക്ക് പാലപ്പമൊക്കെ ചുടണ കാണാം. അപ്പൊ വൈകുന്നേരം നമ്മുടെ സ്റ്റൂ കണ്ട അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആ സ്പൂണൊന്ന് തന്നെ ഇളക്കി കാണിച്ചു തരാം. ജസ്റ്റ് കൊഴുപ്പ് കാണിക്കാം. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. റിയലി നൈസ് ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇതിന്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് അറിയാൻ പറ്റും. അത്ര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നീ കണ്ടോ, അടിപൊളി. വാവ്, സോ നൈസ്. അപ്പൊ ഇന്ന് കഴിക്കാൻ പോകുന്നത് പതിവ് പോലെ സ്റ്റൂവും അതുപോലെ തന്നെ ദേ ഇരിക്കുന്നു പാലപ്പം. പാലപ്പം നമ്മുടെ സ്പെഷ്യൽ പാലപ്പം തരംഗമാണ് നമുക്കിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ഈ മാവ് ഇങ്ങനെ വെച്ച് അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നല്ല സൂപ്പർ ആയിട്ടുള്ള മാവ് പൊളിച്ചു പോവാതിരിക്കാൻ ആഴ്ച 2 ദിവസം ഞങ്ങൾ വെള്ളയപ്പോ പാലപ്പം ഏതെങ്കിലും ചെയ്യും. അതുകൊണ്ടാണ് കേട്ടോ. എല്ലാവർക്കും ഈ പാലപ്പം ഇതായതുകൊണ്ട് ഞാനിപ്പോൾ അതാ ചെയ്യണേ. അതാണ് എപ്പോഴും ഈ പാലപ്പം കാണിക്കണേ. അപ്പൊ ഇത് ഇങ്ങനെ പ്ലേറ്റിൽ വേണം സെപ്പറേറ്റ്. അതെ, നിനക്ക് പിന്നെ അപ്പത്തിലേക്ക് ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. കൈ തട്ടല്ലേ, ഞാൻ കോരി എടുക്കുമ്പോൾ കൈ തട്ടും. കോരി എടുത്തിട്ട് കാണിക്കും. എനിക്ക് കോരാൻ പറ്റണില്ല ഫോട്ടോ. പാലപ്പവും സ്റ്റൂ ആണ് ഇന്നത്തെ 4 മണി പലഹാരം. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ എന്ന് എപ്പോഴും ഞാൻ പറയുന്ന കാരണം എല്ലാവരും പറഞ്ഞു ബ്യൂട്ടിഫുൾ അല്ല ടേസ്റ്റി ആണ് എന്ന് പറയണമെന്ന് പറഞ്ഞു. അതെന്താ വെച്ചാൽ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ അതിന്റെ മനോഹാരിത കൊണ്ട് പറയുന്നതാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ എന്നല്ലാതെ വരുന്നത് കൊണ്ടല്ല. അപ്പൊ നിങ്ങൾക്ക് ഇനി ടേസ്റ്റി ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറയാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും അല്ലെങ്കിൽ നല്ലൊരു അടിപൊളി 4 മണി പലഹാരം ഒക്കെയാണ് ഇവിടെ നിന്ന് റെഡി. ഞങ്ങൾക്ക് ഡിന്നർ അല്ല കേട്ടോ. ഇപ്പൊ 5:30 കാപ്പിക്കൊപ്പം കഴിക്കാൻ എടുത്തതാ അല്ലേ. ഇനി നമുക്ക് കഴിക്കാം. ഇതെന്റെയാണേ. വാവ്, അടിപൊളി, സൂപ്പർ, സോ നൈസ്. എനിക്ക് പ്ലേറ്റിൽ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാട്ടോ. സോ ടേസ്റ്റി. നമുക്ക് വൈകിട്ട് ചപ്പാത്തിക്ക് ഈ കറി തന്നെയാട്ടോ. അതെ, അങ്ങനെ ഫിനിഷ് ചെയ്യാൻ കറി അല്ലേ. സൂപ്പർ.